ഷർട്ടിലെ ഈ സംഭവം എന്താ? എന്തായിട്ട് തോന്നുന്നു? അത് നമ്മുടെ പിശാലിയുടെ പഞ്ചവർണ്ണ സിനിമയിലാണ്. പഞ്ചവർണ്ണ തത്ത. ജയറാമേട്ടന്റെ ഒരു സുഖം. അത് എന്റെ നെഞ്ചത്തിരിക്കണേ. ഒരു ജീവി ജീവിച്ചു പോട്ടെ. അതെന്റെ നെഞ്ചത്ത്, എന്റെ ഹൃദയത്തിൽ ഇരുന്നോട്ടെ. വെറുതെ വെച്ചതാ? ഇല്ലില്ല, ഞാൻ ചോദിച്ചാ, ഞാൻ അനുവാദം വായിച്ചു. പിന്നെ മാസത്തിൽ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു, വെറുതെ വെച്ചല്ല. പിന്നെ തിന്നാനും ദിവസം എന്തെങ്കിലും കൊടുക്കാം. നമ്മുടെ എന്താ പറയാ, ലാലേട്ടനും ഒക്കെ ഭയങ്കര ബ്രാൻഡഡ് സാധനങ്ങളല്ലേ എപ്പോഴും നമ്മള് ബ്രാൻഡാണ്. അല്ല, ഭയങ്കര ബ്രാൻഡ് ഒക്കെ പറയണം. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ചോദിച്ചോന്നുള്ളു. ഓക്കെ, അപ്പൊ എന്തായാലും തങ്കമണി നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത തന്നെ, അതിനും മേലെ വളരെ PVT ബ്രാൻഡാണത്. PVT പഞ്ചവർണ്ണ തത്ത. പുതിയ ബ്രാൻഡ് കണ്ടുപിടിച്ച്. അസീസ്ക്ക് ഇപ്പൊ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും കണ്ട അസീസ്ക്ക് ഇരിക്കണേ ഭയങ്കര എള്ളുമ്മയായിട്ട് ഇങ്ങനെ കയ്യും കെട്ടി. ബുദ്ധിയുള്ളവനാ. കാരണം ഇനിയിപ്പൊ ഇത് പഴയ പോലെ തന്നെ ഒടിഞ്ഞു കുത്തിയിരിപ്പുണ്ട് കേട്ടോ, വലിയ വളർച്ചയൊന്നുമില്ല. കാരണം കല്ലേറ് കുറയും. ഇങ്ങനെ ഇരിക്കുക. എപ്പോഴെങ്കിലും ഞാൻ ഇനി കുറച്ച് ഇത് തന്നെ കുറച്ച് അഹങ്കരിക്കാം തോന്നിയുണ്ട് എപ്പോഴെങ്കിലും. അഹങ്കരിക്കാൻ സത്യം പറഞ്ഞ് നമുക്കെന്ത് അവകാശമല്ല. ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ ഒരു ഔദാര്യാണ് അടുത്ത നിമിഷം നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. നമ്മളോട് സംസാരിച്ച് നിൽക്കുന്ന ആള്, കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള്, ഞാൻ അദ്ദേഹം ഊണ് കഴിക്കുമ്പോൾ ഞാൻ വിളിച്ചോളാട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. മണിക്കൂറുകൾ കഴിയുമ്പോൾ അങ്ങേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഷോക്കായി പോയി ശരിക്കും. ചില ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാള് തൊട്ടടുത്ത് നിൽക്കുന്ന ആള് കുഴഞ്ഞുകൂടങ്ങട് വീണപ്പോ എടുത്തു പൊക്കുമ്പോ ജീവനില്ല. വല്ലാത്ത അവസ്ഥകളല്ലേ സംഭവിച്ചോണ്ടിരിക്കണേ. പിന്നെ ഇവിടെ എന്താ അഹങ്കരിച്ചിട്ട് എന്നോടാണോ ഇയാളോടോ? മറ്റേ അസീസ്ക്ക് എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്തിട്ടല്ലേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പൈസ കുറെ പൈസ, ഇപ്പൊ വെട്ടാനും പൈസ ഇല്ല. അല്ല, അത് പ്ലാൻ ചെയ്ത ആൾക്കാരെ തപ്പ്. അവരെന്തായാലും വെട്ടി കൊടുക്കും. അത് തിരിച്ചു വെക്കാനാണ്. മറ്റത് പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു വെക്കും. താടി എന്ന് പറഞ്ഞാൽ ഇത് വെട്ടാത്തിന്റെ വിഷമത്തിൽ അതാണല്ലേ അതിന്റെ വിഷമാണിത്. അല്ല, വെട്ടാൻ കാശില്ലെന്ന് ആദ്യമേ പറഞ്ഞു. ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം അത് വെട്ടാൻ കാശുണ്ടെങ്കിൽ നമുക്ക് വീട്ടില് ചെയ്യാലോ. ഇങ്ങനെയൊക്കെ വീട്ടില് ചെയ്ത അവര് സ്ഥിരം ജോലി എന്താന്നൊക്കെ അത് പറയാൻ വേണ്ടിട്ടാണ്. അതാണ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വാർത്തയാവും.